ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗാണ് ഗായ്സ്. അപ്പോൾ ഞാൻ ഇന്ന് ബാങ്ക് വരെ ഒന്ന് പോകുന്നുണ്ട് എനിക്ക് കുറച്ച് പൈസ അടയ്ക്കാനായിട്ട്. ഓൾറെഡി ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ മുടി പിഴുത്തിടാമെന്നാണ് ആദ്യം വിചാരിച്ചത്, പക്ഷേ ഭയങ്കര ചൂട്. ഞാൻ ഇപ്പോൾ തന്നെ ഫുള്ള് വിയർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത, മുടി ഇങ്ങനെ കിടക്കണമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുടി കെട്ടി വയ്ക്കാമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും മുടി കെട്ടിക്കട്ടെ. എന്തായാലും ഞാൻ ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം ഇനി എങ്ങനെയൊക്കെ ഇട്ടാലും മുടി ഒരു കോലാവും. ഇനി ചീപ്പെടുക്കാനൊന്നും എനിക്ക് വയ്യ. അപ്പോൾ മുടി കെട്ടി വെച്ചു. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് പാസ്ബുക്കും അടയ്ക്കാനുള്ള പൈസയും എല്ലാം എടുത്ത് വെക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തുമ്പോഴായിരിക്കും പേഴ്സിൽ നോക്കുന്ന ഇതെല്ലാം എടുത്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ പോയി അതെടുക്കട്ടെ. എല്ലാം എടുത്തു. പാസ്ബുക്കും പൈസയും വണ്ടിയുടെ ചാവിയും എല്ലാം എടുത്തു. വാച്ച് കിട്ടി, അതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാ സാധനവും ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചു. എന്തൊരു ചൂടാണ്. ഞാൻ കയ്യിൽ സൺസ്ക്രീൻ ഇട്ടിട്ടില്ലായിരുന്നു, അപ്പം ഞാൻ പോയി സൺസ്ക്രീൻ എടുത്തിട്ട് വരട്ടെ. സൺസ്ക്രീൻ ഇല്ലാതെ പോയാൽ അങ്ങോട്ട് പോകുമ്പോൾ കൈയുടെ കളർ ഒന്നും, തിരിച്ച് വരുമ്പോൾ കൈയുടെ കളർ വേറെ ഒന്നും ആയിരിക്കും. അപ്പോൾ സൺസ്ക്രീൻ കുറച്ച് തോനെ ഇടും ഞാൻ. അപ്പോൾ വാച്ചൊക്കെ കെട്ടി. അപ്പോൾ ഇനി നേരെ നമുക്ക് ബാങ്കിലോട്ട് പോകാം. ഇപ്പോൾ ഞാൻ ഹെൽമെറ്റ് വെച്ചു. ഇനി കോട്ട് ഇടട്ടെ. എത്ര സൺസ്ക്രീൻ ഇട്ടാലും ഇത് ചേട്ടൻ്റെ ഒന്നാണ്. ചേട്ടനുള്ളതാണ്. ഞാൻ എവിടെ പോയാലും പകൽ സമയം താങ്ങുവാണെങ്കിൽ ഞാൻ എവിടെ പോയാലും ഇതിട്ടുകൊണ്ട് പോകും. വലിയ കൈ കറുത്തു പോകും. ഇപ്പോൾ കുറച്ച് നാളായിട്ടേ ആയതേ ഉള്ളൂ ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഭയങ്കര ഡിഫറൻസ് ഒന്നുമില്ല. എന്നാലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ചെറിയ രീതിയിൽ ഡിഫറൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് ഉണ്ടായി വന്ന് തുടങ്ങിയത് നമ്മളായിട്ട് എന്തിനും പിന്നെയും കളയണം. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ടൈം ലേറ്റായി, 2 മണിയായി. അപ്പോൾ ഞാൻ എന്തായാലും പോകാൻ ഇറങ്ങട്ടെ. അങ്ങനെ ഞാൻ ബാങ്കിലെത്തി. 2ാമത്തെ നിലയിലാണ് ബാങ്ക്. അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി അവിടെ മേളിലെത്തി. എന്നിട്ട് ബാങ്കിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും ആൾ നല്ല കുറവായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കാര്യം നടക്കുമെന്നും പറഞ്ഞാണ് ഞാൻ ചെന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള പൈസയൊക്കെ ചിട്ടി പൈസയൊക്കെ അടച്ചിട്ട് അപ്പോൾ റെസിപ്റ്റിന് വേണ്ടി ഞാൻ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു. ബാക്കിയെല്ലാം പെട്ടെന്ന് സ്മൂത്തായി നടന്നു. പക്ഷേ റെസിപ്റ്റ് മാത്രം പയ്യാണ് കിട്ടിയത്. എന്നിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് വേറെ എങ്ങും പോയൊന്നുമില്ല, നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ബാങ്കിൽ പോയി പൈസയൊക്കെ അടച്ചു, റെസിപ്റ്റൊക്കെ വാങ്ങിച്ചു. ഇടയ്ക്ക് എനിക്ക് കടയിലൊക്കെ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ കടയിൽ കയറാൻ പറ്റിയില്ല. നല്ല വെയിലായിരുന്നു. ഇപ്പോഴും നല്ല വെയിലുണ്ട്. നല്ല ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ കയറിയില്ല. ഇത് കണ്ടോ, എൻ്റെ വിയർപ്പ് കാരണം മുഖമൊക്കെ നല്ല വീർത്ത്. അത് കാരണം ഇട്ട കോമ്പാക്ട് പൗഡർ എല്ലാം കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഉണങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം. ടാറ്റാ.